കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയാണ് കൂൺ കൃഷി എന്നുള്ളത്. നൂറുകണക്കിന് ആൾക്കാർ ഇന്ന് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. കൂണിന്റെ സാധ്യതകൾ അനന്തമാണ്. ഏറ്റവും പ്രമുഖമായ തലത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ അതിനെ ഉൾപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ കൃത്യമായ എന്നവണ്ണം വിവരിക്കുന്നുണ്ട്. അനന്തമായ സാധ്യതകൾ എന്നത് ആരോഗ്യവുമായി കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമാവുന്ന തരത്തിൽ ഏറ്റവും പ്രമുഖമായ ഒരു ഭക്ഷണമായി കൂണിനെ ഇന്ന് ലോകം തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത നാട് ഗൗരവതരമായി ചിന്തിക്കണം എന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. കൂൺ കൃഷിയുടെ സാധ്യതകളും കൂൺ കൃഷിയുടെ പ്രത്യേകതകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നൂറുകണക്കായ കർഷകർ കൂൺ കൃഷിയിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. ഞാനും ഒരു കൂൺ കർഷകൻ തന്നെയാണ്. കൂൺ കർഷകരുടെ ഒരു പ്രത്യേകമായ സംഘടന രൂപീകരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിലും സന്തോഷമുണ്ട്. മഷ്റൂം ഫാർമേഴ്സ് അസോസിയേഷൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന കർഷകർക്ക് എല്ലാ സഹായങ്ങളും നൽകുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കർഷകരെ ഇതിന്റെ കൂടുതൽ പരിശീലനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സോളനിലേക്കും മറ്റും അയക്കുന്ന തീരുമാനം നടപ്പിലായത്. കൂൺ ഗ്രാമങ്ങൾ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി തീർത്തത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ സഹായവും പിന്തുണയും ഉണ്ടാവും. നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം ഈ കാര്യമെല്ലാം ചർച്ച ചെയ്യുന്ന, നല്ല കൃഷി വ്യാപിപ്പിക്കുന്ന, വിപണി സൃഷ്ടിക്കുന്ന, മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനെല്ലാം പ്രോത്സാഹനം നൽകുന്ന ഒന്നായി തീരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു കൂൺ കർഷകൻ എന്ന നിലയിൽ കൂടി ഞാൻ നിങ്ങളുടെ സമ്മേളനത്തിന്, മഷ്റൂം ഫാർമേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തിന് എല്ലാവിധമായ ആശംസകളും വിജയങ്ങളും നേരുന്നു.